നമ്മൾ ബ്രില്യൻ ഫാമിലി വന്നെത്തിയിരിക്കുന്നത് എയിംസ് ഭുവനേശ്വറിലാണ്. ഇവിടെ മലയാളി വിദ്യാർത്ഥികളിൽ 95% ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടായ നമ്മുടെ ബ്രില്യനിലെ വിദ്യാർത്ഥികളാണ്. സോ ഇന്ന് അവരുടെ ഭുവനേശ്വർ അനുഭവവും ഒപ്പം ബ്രില്യന്റിലെ ഓർമ്മകളുമാണ് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത്. ഹലോ, എൻ്റെ പേര് ഡോക്ടർ ദേവദത്ത്. ഞാൻ ബ്രില്യൻറ്റിൽ സാപ്സിലാണ് പഠിച്ചത്. +1 +2 കൂടെ ഒരുമിച്ച് പഠിച്ചു. 2017 ബാച്ചാണ്. 15-16 ചെയ്തത് ബ്രില്യൻറ്റ് +1 ആൻഡ് +2. ലാംഗ്വേജ് ഒക്കെ പ്രോബ്ലം ആയിരുന്നു ഇനിഷ്യലി, പക്ഷേ പിന്നെ അത് കുഴപ്പമില്ലാതെ റെഡിയായി വന്നു. പിന്നെ അക്കാഡമിക്കലി ഓൾസോ വളരെ നല്ലതാണ്. ഇപ്പോൾ കറൻ്റ്ലി MBBS കഴിഞ്ഞു. ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുന്നു, അനസ്തേഷ്യ ആൻഡ് ക്രിട്ടിക്കൽ കെയർ. നമസ്കാരം, ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദേവദത്തിൻ്റെ കൂടെ 2015-16 വർഷങ്ങളിൽ സാപ്സ് ആനക്കലിലായിരുന്നു പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ തന്നെ സാപ്സിൽ നിന്ന് പാസ് ഔട്ടായ സീനിയേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് ഇവിടുത്തെ എന്താണ് കണ്ടീഷൻസ്, ഇവിടുത്തെ അഡ്വേഴ്സിറ്റീസ് എന്തൊക്കെയാണ് നമ്മൾ നേരിടാൻ പോകുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരുന്നു വന്നത്. പക്ഷേ വന്നതിന് ശേഷം കണ്ട ലോകം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പഠിക്കുന്നവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഇത് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ശ്രീനന്ദ് MS. ബ്രില്യൻറ്റിൽ 2015-16 സമയത്ത് പഠിച്ചതാണ്. തിരുവനന്തപുരം സ്വദേശിയാണ്. ഇപ്പോൾ ഇവിടെ PG ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി ചെയ്യുന്നു. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എയിംസ് ഡൽഹി കഴിഞ്ഞാൽ പിന്നെ അടുത്ത റാങ്കിങ്ങിൽ ഉണ്ടായിരുന്ന എയിംസ് ഭുവനേശ്വറാണ്. അപ്പം അതുകൊണ്ടും പിന്നെ പ്രത്യേകിച്ച് മലയാളികൾ ഒരുപാട് പേര് എടുക്കുന്ന ഒരു എയിംസാണ് എയിംസ് ഭുവനേശ്വർ. അതുകൊണ്ട് ഒരു മലയാളിയാണെങ്കിൽ ധൈര്യമായി വരാൻ പറ്റുന്ന ഒരു എയിംസാണ്. ഹായ്, ഞാൻ ഡോക്ടർ ടോണി സ്റ്റിജി. 2020 MBBS ബാച്ചിലാണ്. ഞാൻ 2018-19 ബ്രില്യൻറ്റിൽ പഠിച്ചിരുന്ന ചാവറ പബ്ലിക് സ്കൂളിൽ. അപ്പോൾ ഇപ്പോൾ എയിംസ് ഭുവനേശ്വറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാം ഉണ്ട്. യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്. ഇപ്പോൾ കൾച്ചറൽസ് ആണെങ്കിലും ലിറ്റററി ആക്ടിവിറ്റീസ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും എന്താണെങ്കിലും ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഇവിടെ അക്കാഡമിക് എക്സ്പോഷർ ഒട്ടും കുറയുന്നില്ല. അപ്പം എയിംസിൻ്റെ ഒരു എക്സ് ഫാക്ടർ ദാറ്റ് ഐ ബിലീവ് വി ഹാഡ് ഓവർ അവർ കണ്ടംപററീസ് എന്താണെന്ന് വെച്ചാൽ, നാട്ടിലുള്ള ബാക്കി കോളേജസിൽ ഇപ്പോഴും ഫൈനൽ ഇയർ എക്സാം തീർന്നിട്ടില്ല. അത് വെച്ച് നോക്കുമ്പം ഞങ്ങളുടെ ഷെഡ്യൂൾ കട്ട് ഷോട്ട് ആയെങ്കിൽ പോലും നല്ല എഫിഷ്യൻ്റായിട്ട് എഫക്റ്റീവായിട്ട് അക്കാഡമിക് ഷെഡ്യൂൾ എയിംസ് മാനേജ് ചെയ്തായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരിക്കലും ഒരു കുറവോ ബുദ്ധിമുട്ടോ ഞങ്ങൾക്ക് വന്നിട്ടില്ല. കറക്റ്റ് ജനുവരി 1 എന്ന് പറയുന്നൊരു ദിവസം 2025 തന്നെ ഞങ്ങൾ ഇൻറ്റേൺഷിപ്പ് തുടങ്ങി. അത് മാത്രമല്ല, എയിംസിൽ പഠിക്കുമ്പം പല നാട്ടിൽ നിന്നുള്ള സ്റ്റുഡൻസിൻ്റെ കൂടെയുള്ള ഇൻ്റർമിക്സിങ്ങും ആ ഒരു എക്സ്പോഷറും അത് നാട്ടിൽ എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് വി ആർ വെരി ലക്കി ടു ഹാവ് ഇറ്റ്. സോ എയിംസ് ഭുവനേശ്വർ ഇസ് ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ്. ഇറ്റ് ഇസ് എ പാരഡൈസ് ഓവർ ഹിയർ. ഹായ്, എൻ്റെ പേര് ഡോക്ടർ ആഷ്ലി വർഗീസ് ജോയ്. ഞാൻ എറണാകുളത്തു നിന്നാണ്. ഞാൻ 2020 നീറ്റ് എഴുതിയത്. അക്കാഡമിക്കലി ഒരിക്കലും എയിംസ് ഭുവനേശ്വർ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഇവിടെ കൾച്ചറൽ, ലിറ്റററി, സ്പോർട്സ് ഇതൊക്കെ വെൽ വേഴ്സ്ഡ് ആയിട്ട് സ്റ്റുഡൻസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ കഴിവുകളെ വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങളെല്ലാം നമ്മുടെ ക്യാമ്പസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് നമുക്കെല്ലാവർക്കും കേരളത്തിൽ നിന്ന് മാറി പഠിക്കാൻ ഒരു പേടിയുണ്ടാവും. പക്ഷേ ആ ഒരു പേടി ഓവർകം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ജീവിതത്തിൽ എവിടെ വേണമെങ്കിലും ഒരു സ്ഥലത്ത് പോയി പറ്റും എന്നൊരു ധൈര്യം കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ധൈര്യം എനിക്ക് പ്രൊവൈഡ് ചെയ്തത് ഈ ക്യാമ്പസിൽ വരുന്നതിലൂടെയാണ്. പിന്നെ അതുമാത്രമല്ല, ഇപ്പം നിങ്ങൾ കുറേ പേര് ഈ വീഡിയോ കാണുന്നവർ നീറ്റ് എഴുതാൻ പോകുന്നവരാണ്, അല്ലെങ്കിൽ ഏത് പരീക്ഷയാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ JEE ആണെങ്കിൽ അത് അഡ്വാൻസ്ഡ് എന്താണെങ്കിലും എനിക്കിത്ര പറയാനുള്ളൂ, എല്ലാവരുടെ ഉള്ളിലും നിങ്ങൾ അനുഭവിക്കുന്ന അതേ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കാണും. പക്ഷെ നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ചാൽ മതി, ഇതുകൊണ്ട് എനിക്ക് എന്തുപകാരം? ഇപ്പം ഞാൻ ടെൻഷൻ അടിക്കുന്നത് കൊണ്ട് എനിക്ക് എന്തുപകാരമാണ് അടുത്തൊരു 10 മിനിറ്റ് പോട്ടെ ഇന്നത്തെ ഈ ദിവസത്തിൽ എനിക്ക് ഉണ്ടാവാൻ പോകുന്നത്? ഒന്നുമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ടെൻഷൻ അടിച്ചതുകൊണ്ടോ നിങ്ങൾ അയ്യോ എനിക്ക് പറ്റുമോ എന്ന് നിങ്ങളെ തന്നെ ശങ്കിച്ചത് കൊണ്ടോ ഒന്നും എക്സ്ട്രാ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് 100% ഇടാണെങ്കിൽ, അതിലുപരി നിങ്ങൾക്ക് ചെയ്യാൻ ഒന്നുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നാണെങ്കിൽ ഐ അഷ്യൂർ യു വിൽ ബി വെയർ യു ആർ ഡിസേർവ് ടു ബി. ഹായ്, എൻ്റെ പേര് മുകിൽ. ഞാൻ കൊല്ലത്തു നിന്നാണ്. ഇവരെ പോലെ ആഷ്ലി ഇവരുടെ ബാച്ച് പോലെ ഞാൻ MBBS 2020 നീറ്റ് എഴുതിയാണ് കയറിയത്.
അപ്പം എല്ലാവരുടെയും പോലെ തന്നെ എനിക്കും പുറത്ത് പോകണോ, കേരളത്തിന് പുറത്ത് പോകണോ, അതോ കേരളത്തിനുള്ളിൽ കോഴിക്കോട് ട്രിവാൻഡ്രം അടുത്ത് പഠിക്കണമെന്ന് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ബ്രില്യൻ്റ് സാറുമാർ തന്ന സീനിയേഴ്സിൻ്റെ നമ്പർ വെച്ച് ഞാൻ വിളിച്ചു. ഒരുപാട് പേരെ വിളിച്ച് അന്വേഷിച്ചിട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ അവർ ഭയങ്കര വെൽക്കമിങ്ങും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. സീനിയേഴ്സ് വന്ന് നമ്മളെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. ഇപ്പോൾ ഞങ്ങളും ഇപ്പോൾ ഞങ്ങൾ സീനിയേഴ്സാണ്, സീനിയർ മോസ്റ്റ് ബാച്ചാണ്. ഞങ്ങളും ഞങ്ങളുടെ ജൂനിയേഴ്സിനെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് കെയർ ചെയ്യുന്നതും അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതും. അപ്പം ഇതൊരു നല്ല ഒരു പുറത്ത് പോയി പഠിക്കുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ എയിംസ് ഭുവനേശ്വരായിട്ട് ഫസ്റ്റ് ഓപ്ഷൻ വെക്കാൻ ഞാൻ നല്ല റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ സൂരജ്, മലപ്പുറത്താണ് വീട്. ഞാൻ 2021 ബാച്ചിലാണ് പഠിക്കുന്നത്, തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ് ഇപ്പോൾ. നീറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എനിക്കും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. നാട്ടിൽ നിൽക്കണോ അതോ പുറത്ത് പോയിട്ട് എയിംസ് പോലത്തെ ഒരു നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം എന്നൊക്കെ. അങ്ങനെയാണ് ഞാൻ എൻ്റെ സീനിയർ മുബഷിർ ഇങ്ങനെ പരിചയപ്പെടുന്നത്. ഇങ്ങനെ നമ്പർ കിട്ടി, കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഈ കോളേജിൽ വന്നത്. ഒരു ബ്രദറിനെ പോലെയാണ് എന്നെ കണ്ട് സ്വീകരിച്ചതും കോളേജിൽ വന്നപ്പോൾ ഹെൽപ്പ് ചെയ്തതൊക്കെ. അക്കാഡമിക്കലി ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നി ഫസ്റ്റ് ഇയർ വന്നപ്പോൾ. പക്ഷേ അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് തരാനും ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനൊക്കെ ഒരുപാട് സീനിയേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സീനിയർ ബാച്ചിൽ ഒരുപാട് മലയാളി സീനിയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഒന്നും വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ ഡോക്ടർ ദേവിക. ഞാൻ 2020 MBBS ബാച്ചിലാണ്. 2019-2020 റിപ്പീറ്റേഴ്സ് ബാച്ചിലാണ് ബ്രില്യൻ്റിൽ പഠിച്ചത്. നമ്മളൊരു 11th 12th കോഴ്സിൽ നിന്ന് പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് മാറുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമ്മൾ സീനിയേഴ്സ് അതിന് നമ്മളെ നന്നായി സഹായിച്ചിട്ടുണ്ട്. എല്ലാത്തിലും പഠിക്കാനായാലും എല്ലാത്തിനും നന്നായി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നീറ്റിൽ ഈ വർഷം നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാവരും ഒരു ഓപ്ഷനായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് എയിംസ് ഭുവനേശ്വർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എയിംസ് ഭുവനേശ്വർ ഒരു ഓപ്ഷനായിട്ട് എന്തായാലും നിങ്ങൾക്ക് കൊടുക്കാം. എൻ്റെ പേര് ഡോക്ടർ മരിയ ഫ്രാൻസിസ്. ഞാൻ ചങ്ങനാശ്ശേരി കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാൻ ബ്രില്യൻറ്റിൽ +1 +2 റെസിഡൻഷ്യൽ ബാച്ച് ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂളിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതിനുശേഷം 2019-20 റിപ്പീറ്റ് ചെയ്തു. ഇവിടെ വരുന്നതിന് മുമ്പ് സർ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ ഈ വീഡിയോസ് കാണാൻ ആകാംക്ഷയോടെ കാത്തിരുന്ന കുട്ടികളുടെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ ഇവിടെ പഠിക്കുന്ന പഠിച്ചിരുന്ന സീനിയേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ഇവിടെ വരുന്ന എല്ലാവരുടെയും ഒരു ചോദ്യചിഹ്നമാണ് ഭാഷ എങ്ങനെയായിരിക്കും. വേറൊരു ഭാഷയാണ്. ചിലവർക്ക് നാട്ടിൽ പഠിക്കുന്നവർക്കാണെങ്കിൽ ഹിന്ദിയോ ഓഡിയോ ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പം ഇതിൽ തന്നെ വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഈ ക്വസ്റ്റ്യൻസ് ഒരുപാട് പേര് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിപ്ലൈ ആയിട്ട് കൊടുത്തിരുന്ന ഒരു വാക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് നീറ്റ് പഠിച്ച് ഇത്ര നല്ല റാങ്കിൽ പാസ്സാവാമെങ്കിൽ ഒരു ഭാഷ പഠിക്കാനാണോ പ്രശ്നം? അത് വളരെ സത്യമാണ്. അപ്പം ഭാഷയുടെ കാര്യം കൊണ്ടോ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൊറൈസൺ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം, ഞാൻ ഗാർഗി. ഞാൻ മലപ്പുറത്ത് നിന്നാണ്. ഞാൻ ബ്രില്യൻറ്റിൽ 1920 ബാച്ചിലാണ് പഠിച്ചത്. ഇപ്പം ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു 2020 ബാച്ച്. ഒരു പെൺകുട്ടി എന്നുള്ള രീതിക്ക് നമ്മുടെ വീട്ടുകാർക്കൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്രയും ദൂരെ പോയി പഠിക്കാൻ. അതും ഭുവനേശ്വർ എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് അധികം പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പം എൻ്റെ വീട്ടിലായിരിക്കും ഇതേ ഡൗട്ടായിരുന്നു, അവിടെ പോയി ഒറ്റയ്ക്ക് എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന്. അതിൽ ഏറ്റവും നല്ലൊരു ഉത്തരം എന്ന് പറഞ്ഞാൽ ഇവിടെ മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളതാണ്. ജസ്റ്റ് സ്റ്റുഡൻസ് മാത്രമല്ല, ഫാക്കൽറ്റീസ് വരെ മലയാളികളുണ്ട്. അപ്പം ആ ഒരു നോളജ് വെച്ചിട്ട് വരുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഹോം സിക്ക് ഫീൽ വരുവാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്സ് മാത്രമല്ല ഫാക്കൽറ്റീസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ നമ്മുടെ സീനിയേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പം കണ്ട പോലെ റെസിഡൻസും ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പം ഏതെങ്കിലും ഒരു കുട്ടിക്ക് പുറത്ത് പോയി പഠിക്കണം, പക്ഷേ ഒരു പ്ലേസ് അൺഫെമിലിയർ ആണ് എന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട ഒരു സ്ഥലമല്ല എയിംസ് ഭുവനേശ്വർ. ഇവിടെ അത്രയും മലയാളികളുണ്ട്. ഹായ്, ഞാൻ ഡോക്ടർ അശ്വതി പത്മകുമാർ, മലപ്പുറത്ത് നിന്ന് വരുന്നു. ബ്രില്യൻറ്റിൽ 2019-20 ബാച്ചിൽ റിപ്പീറ്റ് ചെയ്തായിരുന്നു. ഇവിടെ വന്നപ്പം എനിക്ക് ആദ്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് നാട്ടിൽ പഠിക്കണോ അതോ എയിംസിൽ പഠിക്കണോ അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റീഫൻ സാർ ഒരു ദിവസം ക്ലാസ്സിൽ വന്ന് പറഞ്ഞായിരുന്നു, നിങ്ങൾ എയിംസിൻ്റെ അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ വേറെയാണ്, അവർ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. അന്ന് തന്നെ എനിക്ക് എയിംസ് മതിയായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു വേണ്ട നാട്ടിൽ തന്നെ നിൽക്കാൻ. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, എയിംസ് മതി. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ഭയങ്കര ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എല്ലാവരും അറിയുന്ന ആൾക്കാരായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും ബ്രില്യൻറ്റ് ചോദിക്കുമ്പോൾ എല്ലാവരും ബ്രില്യൻറ്റ്. അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു പ്രശ്നമേ തോന്നിയിട്ടില്ല. ഹായ്, മൈ നെയിം ഇസ് ആഗ്മ സുമേഷ്. ഡോക്ടർ ആഗ്മ സുമേഷ്.
That title is like still unfamiliar, but then I have Brilliant to thank for that. It's one of the top institutes, and other than that, like you will meet people of all cultures and people from all different places. You participate in so many different activities, and you get really good friends groups here. It's a really great place to be, so definitely come here. Hi, I am Dr. Vaishnavi Saju. ഞാൻ കോഴിക്കോട് നിന്നാണ്. ബ്രില്യൻറ്റിൽ 1920 ബാച്ചിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കോഴിക്കോട് നിന്നായതുകൊണ്ട് തന്നെ എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെയായിരുന്നു ഇഷ്ടം. വീട്ടിൽ നിന്ന് അടുത്താണ്, പോയി വരാനൊക്കെ സുഖമായിരുന്നു. അപ്പോൾ റാങ്ക് വന്ന സമയത്ത് റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ വീട്ടുകാരോട് പറഞ്ഞത് എനിക്ക് കോഴിക്കോട് തന്നെ പോയാൽ മതി എന്നാണ്. പക്ഷേ ശിവൻ സാറിൻ്റെ ഒക്കെ വീഡിയോസ് ഉണ്ടായിരുന്നു യൂട്യൂബിൽ ആ സമയത്തും, എയിംസിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ. അപ്പോൾ അത് അമ്മയും അച്ഛനും കണ്ടിട്ട്, അമ്മയും അച്ഛനും എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ഗേൾസിനെ പറ്റി പറയുമ്പം ഇവിടെ നമുക്കൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിങ്ങോ ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും ഭയങ്കര കംഫർട്ടബിളാണ്. ഹോസ്റ്റലായാലും എല്ലാം വളരെ സേഫാണ്, പ്ലേസും നല്ല സേഫാണ്. പിന്നെ അക്കാഡമിക്കലി ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജസ്. ഒരു കാര്യം പോലും അവർ ഡിലേ ചെയ്യില്ല. റിസൾട്ട്സ് ആയാലും എക്സാംസ് ആയാലും എല്ലാം പോയിൻ്റായിട്ട് അവർ എപ്പോഴും ഫുൾ ടൈം ഓൺ ടൈം ആയിരിക്കും. ഇപ്പോൾ ഞങ്ങളുടെ ആയാലും ഡിലേ ആയി, എക്സാംസൊക്കെ ഡിലേ ആയി, പക്ഷേ ഞങ്ങൾ കറക്റ്റ് ടൈം തന്നെ ഇൻറ്റേൺഷിപ്പ് ജോയിൻ ചെയ്തു. അപ്പോൾ കോവിഡ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയത്ത്. ലോക്ക്ഡൗൺ ആയി, ഫെബ്രുവരിയിൽ വീട്ടിൽ പോകേണ്ടി വന്നു. പക്ഷേ വിത്തിൻ 2 days ഞങ്ങൾക്ക് വീണ്ടും ഓൺലൈൻ ക്ലാസ്സസ് അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ അക്കാഡമിക്കലി നോ ഇഷ്യൂസ്. സോ എവറി വൺ വെൽക്കം ടു ഭുവനേശ്വർ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. എൻ്റെ പേര് നിഖിത്, ഞാൻ കോഴിക്കോട് നിന്നാണ്. ശിവ സാർ ചോദിച്ചത് MBBS ബുദ്ധിമുട്ടാണോ അല്ലേ എങ്ങനെയാണെന്നുള്ള കാര്യമാണ്. പക്ഷേ MBBS എന്നെ സംബന്ധിച്ചിടത്തോളം ആർക്കും പഠിക്കാൻ പറ്റിയൊരു സാധനമാണ്, ആർക്കും കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡിലേ ചെയ്ത് വെച്ചാൽ മാത്രമാണ് അത് ഡിഫിക്കൽട്ടായി വരിക. ലൈക്ക് ബാക്ക്ലോഗ് വല്ലാണ്ട് വരികയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടാവും. പക്ഷേ ഡെയിലി പഠിപ്പിക്കുന്ന സാധനം അന്ന് തന്നെ റിവൈസ് ചെയ്ത് അന്ന് തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വെച്ചാൽ ആർക്കും വിത്ത് ഈസ് തീർക്കാൻ പറ്റിയൊരു കോഴ്സാണിത്. അപ്പോൾ ഇത് അത്ര വലിയൊരു സംഭവം എന്ന് വിചാരിച്ചാൽ ആരും സെക്കൻഡ് തോട്ട്സ് ഉണ്ടാവരുത് ഇതിനെക്കുറിച്ച്. ഇറ്റ്സ് എ വെരി ഡൂവബിൾ തിങ്. ഹലോ, എൻ്റെ പേര് നന്ദഗോപാൽ. ഞാൻ കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ച പോലെ കറക്റ്റ് മോഡ്യൂൾസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക്സോ അങ്ങനെ ഒരു പ്രീസെറ്റ് വിഷയമല്ല. നമ്മൾ കുറച്ച് സ്വയം എഫേർട്സ് ഇടേണ്ടി വരും. എന്നാലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവും. നമ്മുടെ സീനിയേഴ്സ് ആണെങ്കിലും ഫാക്കൽറ്റീസ് ആണെങ്കിലും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ ഓൾറെഡി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലേക്ക് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഹലോ, എൻ്റെ പേര് ജോബ്. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്ത് പറഞ്ഞാൽ ഞാൻ MBBS പഠിക്കുന്ന ഏതോ ഒരു ചേട്ടൻ, അപ്പുറത്തെ വീട്ടിലെ ഒരു ചേട്ടൻ എന്നെ ഉറക്കം ഉളച്ചിരുന്ന് പഠിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ സത്യമാണ്, പക്ഷെ അത്രയും ടെൻഷൻ അടിക്കേണ്ട സംഭവമില്ല, ആരെ കൊണ്ടാണെങ്കിലും പറ്റും. ഹായ്, എൻ്റെ പേര് ഡോക്ടർ അൻഷിത. ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഇനി 30 days കൂടെ ഉള്ളൂ ഇനി 2025. അപ്പോൾ ഇനി ഇത്രയും കുറച്ച് സമയത്ത് എന്താ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇനി ഒരിക്കലും ടെൻഷൻ അടിച്ചിട്ട് ഒന്നും നമുക്ക് അച്ചീവ് ചെയ്യാനല്ല. നമ്മൾ ഇത്രയും കാലം എന്താണോ നിങ്ങൾ അച്ചീവ് ചെയ്തത് അത് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് സമയം വളരെ എഫിഷ്യൻ്റായിട്ട് എഫക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഹലോ, എൻ്റെ പേര് പുണ്യ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ സാപ്സിലായിരുന്നു +1 +2 ചെയ്തത്, ലൈക്ക് 2019 to 2021 ബാച്ച്. ഞാൻ അവിടെ ഒരു വല്ലാത്ത പഠിപ്പിയായിരുന്നു. ആക്ച്വലി പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ അവിടുത്തെ ഞാൻ പറയാമല്ലോ, അവിടുത്തെ എൻ്റെ ഡേയ്സ് ബെസ്റ്റ് ഒന്നുമല്ല. ഇറ്റ് വാസ് വൺ ഓഫ് മൈ വേഴ്സ്റ്റ് ഡേയ്സ്. പക്ഷേ ആ ഒരു വേഴ്സ്റ്റ് ഡേയ്സ് കാണുന്നതാണ് ഞാൻ ഇവിടുത്തെ ബെസ്റ്റ് ഡേയ്സ് അനുഭവിക്കുന്നത്. അവിടുത്തെ ഞാൻ എത്ര എഫേർട്ട് എടുത്തോ അത്രയും എഫേർട്ട് കാണുന്നതാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇനോർഗാനിക് കെമിസ്ട്രി എനിക്ക് ഭയങ്കര വീക്കായിരുന്നത്. അത് ഞാനൊരു ബുക്കിൽ അതിൻ്റെ നോട്ട്സൊക്കെ എഴുതിയെടുത്തു. എല്ലാ ദിവസവും രാവിലെ എണീക്കും. രാവിലെ എണീറ്റ് ആദ്യത്തെ ദിവസം 2-3 മണിക്കൂർ എടുത്ത് വായിക്കാൻ. നെക്സ്റ്റ് ഡേ ഒരു 1.25 മണിക്കൂർ. അങ്ങനെ എല്ലാ ദിവസവും വായിച്ച് ഒരു 5 minute തീർക്കുമായിരുന്നു. ഞാൻ ഒരു വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും 5 minutes ഫുൾ റിവൈസ് ചെയ്ത് കഴിയും. അത്രയ്ക്ക് ഇതായിരുന്നു. സോ പക്ഷേ 30 ദിവസമേ ഉള്ളൂ, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോഴും തുടങ്ങാം. എൻ്റെ പേര് ഗൗരി. ഞാൻ 18 to 20 ബാച്ച് സാപ്സിലാണ് പഠിച്ചത്. ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതിയിട്ട് ഞാൻ സ്റ്റേ റൗണ്ട് വരെ പോയി, കിട്ടിയില്ല. എൻ്റെ അമ്മയും പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശിവൻ സാറിനെയും പിന്നെ എൻ്റെ ബ്രില്യൻ ക്ലാസ് ടീച്ചർ അഖിൽ സാറിനെയാണ് വിളിച്ചിട്ടുള്ളത്. അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരിക്കലും വേണ്ടാന്ന് വിചാരിച്ചാൽ പക്ഷെ ഞാൻ റിപ്പീറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ബ്രില്യൻറ്റിൽ ഞാൻ ഒരു ആഗ്രഹം കൊണ്ടുവന്നു, അവരത് എന്നിലത് എത്തിച്ചു. ഒരു സീറ്റ് എനിക്കുള്ളത് അവർ ഉറപ്പിച്ചു, എനിക്കത് തരുന്നുള്ളത്. അങ്ങനെയാണ് ഞാനിവിടെ എത്തുന്നത്.
ഇനി 30 ഡേയ്സേ ഉള്ളൂ നിങ്ങൾക്ക്. ഞാൻ ബ്രില്യൻറ്റ് പഠിച്ചൊരു കാര്യം, കൺസിസ്റ്റൻ്റ്ലി നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതിനുള്ള എഫേർട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനിയുള്ള 30 ഡേയ്സ് ബ്രില്യൻ്റ് എക്സാംസ് എല്ലാം കൃത്യമായിട്ട് എഴുതുക, തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് പിന്നെ നോക്കുക, നന്നായി ഫുഡ് കഴിക്കുക, ഉറങ്ങുക, നന്നായി പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രില്യൻ്റ് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ 2 to 5:30 ആണ് എക്സാം എന്നുണ്ടെങ്കിൽ ഇനിയുള്ള എല്ലാ ദിവസവും 2 to 5:30 അതുപോലെ മോഡൽ പേപ്പേഴ്സ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ സെൽഫ് കോൺഫിഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായി സ്വന്തമായിട്ട് വിശ്വസിക്കുക, കാരണം നിങ്ങളാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ഉറപ്പായിട്ടും ബ്രില്യൻ ഫാമിലി ഫുൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ പേടിക്കണ്ട, നിങ്ങൾ എന്തായാലും നിങ്ങൾ ചെല്ലേണ്ട അടുത്ത് നിങ്ങൾ ചെന്നിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ഹായ്, ഞാൻ ഡോണ. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ബ്രില്യൻറ്റ് 2021 റിപ്പീറ്റേഴ്സ് ബാച്ചായിരുന്നു. അപ്പോൾ നീറ്റ് 2025 എഴുതാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇനി 30 ഡേയ്സ് കൂടെ ഉള്ളൂ. സോ ഇപ്പോൾ വരെ പഠിച്ചിട്ടുള്ളത് നിങ്ങൾ മാക്സിമം മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യാൻ നോക്കുക. ഈ ഒരു ഷോർട്ട് ടൈമിൽ പുതിയതായിട്ടൊന്നും പഠിക്കാൻ ട്രൈ ചെയ്യരുത്. മാക്സിമം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ചെയ്ത് നോക്കുക. തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. പിന്നെ മാക്സിമം ഈ 2 to 5 ടൈം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം ടൈം ഞാൻ ഈ 2 to 5 ടൈമിൽ എല്ലാ ദിവസവും ഉറങ്ങുമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു ടൈമിൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ടീച്ചറിനോട് ഞാൻ ഭയങ്കരമായിട്ടും താങ്ക് യു പറയുന്നു. ഫ്രാൻസിസ് സാർ എന്നെ എപ്പോഴും പറയുമായിരുന്നു, ഈ 2 to 5 ഒരിക്കലും ഉറങ്ങരുത്, ഇത് ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ ഈ 2 to 5 നിങ്ങൾ എന്തായാലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, മൾട്ടിപ്പിൾ ടൈംസ് പ്രാക്ടീസ് ചെയ്യുക, റിവൈസ് ചെയ്യുക. പിന്നെ ഹെൽത്തൊക്കെ മര്യാദക്ക് നോക്കുക. ദാറ്റ്സ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻ്റെ പേര് ഡോക്ടർ അലീന. ഞാൻ MBBS 2020 ബാച്ചാണ്. ബ്രില്യൻറ്റ് 1920 റിപ്പീറ്റേഴ്സ് ബാച്ചിലാണ് പഠിച്ചത്. ഞങ്ങളുടെ ബാച്ച് എന്ന് പറയുകയാണെങ്കിൽ കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ച ബാച്ചായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾക്ക് എയിംസും നീറ്റും എല്ലാം സെപ്പറേറ്റ് എക്സാംസ് ആയിരുന്നു. അപ്പോൾ പ്രിപ്പറേഷൻസൊക്കെ ആ ഒരു രീതിയിലായിരുന്നു. പിന്നെയാണ് എല്ലാം ഒന്നിപ്പിച്ചത്. അപ്പോൾ അതായിരുന്നു ഫസ്റ്റത്തെ ഷോക്ക്. അത് കഴിഞ്ഞ് പിന്നെ 2019 അവസാനത്തേക്ക് വന്നപ്പോഴേക്ക് കോവിഡ് വന്നു. ഞങ്ങളൊക്കെ മോഡൽ എക്സാമൊക്കെ എഴുതി ഏകദേശം നല്ല പ്രാക്ടീസായി വന്ന സമയത്താണ് കോവിഡ് വന്നത്. അപ്പോൾ വീണ്ടും ഓൺലൈനായി എക്സാമൊക്കെ. അപ്പോൾ ഒക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി എങ്ങനെയായിരിക്കും റിയൽ എക്സാം എഴുതുമ്പം അതൊക്കെ. പക്ഷേ ബ്രില്യൻറ്റിലെ മോഡൽ എക്സാംസൊക്കെ കാരണം അത് ഞങ്ങൾക്ക് കുഴപ്പമില്ലാതെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതുപോലെ നിങ്ങൾക്കും അതുപോലെ പല അൺഎക്സ്പെക്റ്റഡ് സംഭവങ്ങളൊക്കെ വരാം. വേണമെങ്കിൽ എക്സാമിൻ്റെ അന്നും അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒന്നും ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്ത് പോകരുത്. എല്ലാത്തിനും കോൺഫിഡൻസോടെ നേരിടാൻ വേണ്ടി പോകണം. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസോടെ പോവാം. Brilliant Study Center, India's #1 coaching center for NEET and JEE.